കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നല്ലൊരു സോയ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ സോയ ചങ്ക്സ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകി പിഴിഞ്ഞിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. അത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല എണ്ണയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് എള്ളെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് വരുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് സോയ ചങ്ക്സ് നമ്മുടെ ആ ഒരു റൈസിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളകും ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചക്കറികൾ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ചേർക്കേണ്ട, നമ്മൾ സോയ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചേർത്തതാണ്. പിന്നെ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടിയും ചേർത്തിട്ട് ഈ പൊടീൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോയ ചങ്ക്സ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സ് നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് അത് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ചും കൂടി എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് കഴിക്കുന്ന പോലെ കേട്ടോ നമുക്ക് സോയ ചങ്ക്സ് ഉണ്ടാവുക. ഇത് വെജിറ്റബിൾ ആണോ ബീഫാണോ എന്ന് പോലും കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് വരാൻ മറക്കല്ലേ. താങ്ക്